സ്കോക്ക് വലിയടൻ 2000 റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷാജി കൈലാസ് രഞ്ജിത്ത് സിനിമ. അന്ന് 2000 ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. ഇന്ന് അതിൻ്റെ റീമാസ്റ്റേർഡ് 4K ഡോൾബി അറ്റ്മോസ് റിലീസ് ഞാൻ വീണ്ടും കണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ രണ്ട് കാണലുകൾക്കിടയിൽ 1500 തവണ കൈരളിയിൽ ഈ സിനിമ വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും പലവട്ടം അറിഞ്ഞോ അറിയാതെ ഇത് കണ്ടു കാണും. ആദ്യം കണ്ട എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് അങ്ങനെ ഓർമ്മയൊന്നുമില്ല ഇത് സംഭവം. അന്നത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു പറയാൻ വേണ്ടിയിട്ട് കണ്ട തിയേറ്റർ എനിക്കറിയാം. എൻ്റെ അമ്മയുടെ വീട് എന്ന് പറയുന്നത് പയ്യോളിയാണ്. പയ്യോളി 2 C ക്ലാസ് തിയേറ്റേഴ്സാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് പയ്യോളി മെലഡി എന്ന് പറയുന്ന സ്ഥലത്തുള്ള രശ്മി ടാക്കീസ്, അതുപോലെ പയ്യോളി അങ്ങാടിയിലുള്ള ലക്ഷ്മി ടാക്കീസ്. രണ്ടും മാറിപ്പോണ്ട്, ഒന്ന് രശ്മി ഒന്ന് ലക്ഷ്മി. അപ്പോൾ വലിയേട്ടൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് C ക്ലാസ്സിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലക്ഷ്മിയിലാണ്, പയ്യോളി അങ്ങാടി. അവിടെ വെച്ച് ഞാൻ പണ്ട് ഫാമിലിയായിട്ട് പോയിട്ട് കണ്ടിട്ടുള്ള സിനിമയാണ് വലിയേട്ടൻ. അന്ന് അത് അറിയാം, ഇതിലെ സീൻസൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ്, ആളുകളൊക്കെ അന്ന് അങ്ങനെയാണല്ലോ. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ സിനിമ കാണുന്നത് ഇപ്പോഴും വീണ്ടും കണ്ടപ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. അന്നൊക്കെ എത്ര വികലമായിട്ടാണ് നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ്. കാരണം ഒന്ന് AC ഇല്ല, ഫാൻ്റെ സൗണ്ട്, ആളുകൾ സ്മോക്ക് ചെയ്യും, പിന്നെ ചൂടെടുത്ത്, പിന്നെ സൗണ്ട് അറിയാലോ, ഈ സ്പീക്കർ, ഈ സ്ക്രീനിൻ്റെ പുറകിലുള്ള സ്പീക്കറിൽ നിന്ന് മാത്രം വരുന്ന സൗണ്ടാണ്. എന്നിട്ട് പോലും അന്ധകാലത്ത് ഇത്രയും സിനിമകൾ നമ്മൾ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ഇത്രയും ആസ്വദിച്ച് കണ്ടത് ആ സിനിമയുടെ കണ്ടൻറ് ക്വാളിറ്റി കൊണ്ട് ഒന്ന് മാത്രമാണ്, പെർഫോമൻസസ് കൊണ്ട് ഒന്ന് മാത്രമാണ്. അല്ല ഇന്നത്തെ പോലെ മറ്റേ സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിസൈന്, ഈ പരിപാടി കൊണ്ടൊന്നും മാത്രമല്ല. അതായത് ആ കോണ്ടൻറ്റിൻ്റെ ആ ഒരു ബലം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇന്നത് വീണ്ടും ഈ സിനിമ വീണ്ടും 4K അറ്റ്മോസിൽ കണ്ടപ്പോഴും ഞാനിങ്ങനെ ഓർത്ത് പോയതാണ്. എനിക്ക് ഇന്ന് വ്യക്തമായിട്ട് ഓർമ്മയുള്ളത് അന്ന് TV യിൽ കണ്ടിട്ടുള്ള ഇതിലെ പാട്ടുകൾ. ആ പാട്ടുകൾ വീണ്ടും കേൾക്കുമ്പോൾ എന്തൊരു രസമെന്ന് അറിയും ഈ അറ്റ്മോസിൽ കേൾക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ശിവമല്ലി പൂവേ എന്ന് പറയുന്ന പാട്ടിന് ആ സീന് അന്നത്തെ കാലത്ത് ഒരു രോമാഞ്ചമായിരുന്നു. ഇന്നും ആ പാട്ട് വീണ്ടും കണ്ടപ്പോൾ ആണ് ആ ചിത്രയുടെ വോയിസൊക്കെ ശരിക്കും അങ്ങ് കിട്ടുന്നത്, ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, അന്ന് അത് കണ്ട് മറന്ന ഒരു സിനിമയാണ്. പറയാം, നരസിംഹത്തിന് ശേഷമാണ് വലിയേട്ടൻ വരുന്നത്. നരസിംഹം കൊടൂര ഹിറ്റ്. ആ കാലഘട്ടത്തിൽ ലാലേട്ടൻ, ഷാജി കൈലാസ്, രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മാതിരിയാണെന്ന് അറിയാലോ. അപ്പോൾ അതിൽ നിന്ന് മമ്മൂക്കയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്തൊരു സിനിമയാണ് വലിയേട്ടൻ എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ അതേ ഫോമാറ്റിൽ മമ്മൂക്കയ്ക്ക് വേണ്ടി രഞ്ജിത്ത് എഴുതി ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് വലിയേട്ടൻ. ഒരിക്കലും എനിക്ക് വലിയേട്ടൻ ഒരു മോശം ചിത്രമായിട്ട് അന്നും പിന്നീട് കണ്ടപ്പോഴും തോന്നിയിട്ടില്ല. ഒരുപാട് നല്ല സീൻസുള്ള, മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസുള്ള, ഒരുപാട് നല്ല അഭിനേതാക്കൾ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ. പക്ഷെ അതൊരിക്കലും ഒരു നരസിംഹത്തിൻ്റെ ആ ഒരു കിക്ക്, ആ ഒരു വിക്രസായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ, നരസിംഹൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫിലിംസിലൊന്നാണ്. ലാലേട്ടൻ ഫിലിമായി കഴിഞ്ഞാലും, ഷാജി കൈലാസ് ഫിലിമായി കഴിഞ്ഞാലും, രഞ്ജിത്ത് ഫിലിമായി കഴിഞ്ഞാലും. പക്ഷേ അതിൻ്റെ ഒരു ഇമിറ്റേഷൻ എന്ന നിലയ്ക്ക് ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നിയിട്ടുള്ള ഫിലിമാണ്. പക്ഷേ ഒരുപാട് റിലീസസ് ഉണ്ടായിട്ടും എനിക്ക് പേഴ്സണലി കാണണം എന്ന് തിയേറ്ററിൽ തോന്നിയിട്ടുള്ളത് വലിയേട്ടനാണ്. കാരണം എനിക്ക് ഈ ദേവദൂതൻ, മണിച്ചിത്ര താഴെന്ന് എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ യാതൊരുവിധ താല്പര്യം ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല, റിലീസ് പോയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇന്ന് ഞാൻ കണ്ടപ്പോൾ അന്ന് ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ അന്ന് ശ്രദ്ധിക്കാൻ മാത്രം ബോധമില്ലാത്തൊരു സമയത്ത് കണ്ടതുകൊണ്ട് ഇന്ന് ശ്രദ്ധിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്നത്തെ കാലഘട്ടത്തിൽ മിസ് ചെയ്യുന്ന ഒരു മാജിക്കലായിട്ടുള്ള ഒരു വേ ഓഫ് മേക്കിംഗ് ഉണ്ട്. അതായത് ദ ലെജൻഡറി ഷാജി കൈലാസ്, വാട്ട് എ മാൻ ഹീസ്, ഈസ് എ ലെജൻഡ്. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഷോർട്സ്, ഡിവിഷൻസ്, അദ്ദേഹം യൂസ് ചെയ്യുന്ന കട്ട് പോയിൻറ്റ്സ്, അതിൽ സ്കോർ വരുന്നത്, സൂം ഇൻ, സൂം ഔട്ട്, സ്ലോ മോഷൻ, അതായത് എക്സ്ട്രീം ക്ലോസപ്പ് പരിപാടികൾ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ടപ്പോൾ ഒരു അത്ഭുതം പോലെ. ആ ഒരു കാലഘട്ടത്തിൽ 14 വർഷം മുൻപ് ഇദ്ദേഹം ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെ ഇദ്ദേഹം ഇത് വിഷ്വലൈസ് ചെയ്തിട്ട് ഇതിങ്ങനെ പിന്നെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത്, ഹൗ വാസ് ഇറ്റ് പോസിബിൾ എന്നുള്ളത് ഒരു അത്ഭുതമാണ്. അത് വലിയേട്ടനൊക്കെ അതിൻ്റെ ചെറിയ മാതൃകയാണ്. അതിലും ഗംഭീരമായിട്ടുള്ള സിനിമകൾ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയായിട്ടായി കഴിഞ്ഞാലും, ലാലേട്ടനായി കഴിഞ്ഞാലും, മമ്മൂക്കയായി കഴിഞ്ഞാലൊക്കെ തന്നെ. അപ്പോൾ ഇന്ന് ഈ സിനിമ കണ്ടപ്പോൾ ഇതിൻ്റെ ബിഗിനിങ്ങിലൊക്കെ കിട്ടുന്നൊരു ഒരു ടെമ്പറമെൻ്റ് ഉണ്ട്. അതായത് രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റ് അറിയാലോ, അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ അന്നത്തെ റിച്ച്നെസ് ഓഫ് കാസ്റ്റിംഗ്. അപ്പോഴാണ് ഇപ്പോഴത്തെ ദാരിദ്ര്യം, അയ്യോ ഒരാളെ ഒപ്പിക്കാൻ പറ്റുന്ന പാട് സിനിമ ചെയ്യുന്നവർക്ക് അറിയാം.
ഒരാളെ കാസ്റ്റ് ചെയ്യാൻ അന്നത്തെ റിച്ച്നെസ് എന്തോ ആരൊക്കെ ഇതിനകത്തുള്ളത്. മമ്മൂക്കയെ മാറ്റി നിർത്തും, സിദ്ദിഖ്, മനോജ് കെ ജയൻ, ഈവൻ സുധീഷ് വരെ, കലാഭവൻ മണി, NF വർഗീസ്, ക്യാപ്റ്റൻ രാജു, സായികുമാർ, ഹമ്മേ, എന്ത് ജാതി പെർഫോമൻസ് പുള്ളി, ഭീമൻ രഘു, കൊല്ലം അജിത്തൊക്കെ എമ്മാതിരി പരിപാടിയാണ്. കലാഭവൻ മണിയൊക്കെ ആ സിനിമയിൽ ഈ മറ്റേ കാട്ടിപ്പള്ളി പപ്പനെയൊക്കെ അഴിച്ചു വിട്ടിരുന്നു. ഞാൻ ആലോചിക്കുക, മമ്മൂക്ക വരെ നിഷ്പ്രഭമായി പോകാൻ അതുപോലത്തെ പവർഫുൾ ക്യാരക്ടർ. പക്ഷേ പുള്ളിയൊക്കെ അങ്ങനെ നിർത്താൻ പറ്റൂ. പുള്ളിയൊക്കെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഒന്നുമല്ലതായി പോകും. അങ്ങനത്തെ ലെവൽ സാധനമാണ് പുള്ളി ആ സമയത്ത്. ശരിക്കും കണ്ടപ്പോഴും ഞെട്ടിപ്പോയി. അദ്ദേഹമൊക്കെ മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാ നഷ്ടമാണ്. അത് വെറുതെ മറ്റേ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു സാധനം വാട്ടിഫ് വെച്ച് പറയുന്നതല്ല. ഈ സമയത്തൊക്കെ അദ്ദേഹം ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്തു വെക്കേണ്ട ലെവൽ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലത്തെ പരിപാടിയാണ്. NF വർഗീസ്, അദ്ദേഹത്തിൻ്റെ സൗണ്ട് മാത്രം മതി, അങ്ങനെ കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ ഓർഗാസം വരും. അതുപോലത്തെ സൗണ്ട് NF വർഗീസിൻ്റെ. ബാവ എന്നൊക്കെ പറയുന്ന പെർഫോമൻസ്, അതുപോലെ ആരായിക്കണേല സിദ്ദിഖെല്ലാം അന്നും ഇന്നും പെർഫോമൻസിൽ യാതൊരു കോംപ്രമൈസ് ചെയ്യാത്ത ആളാണ്. അതുപോലെ മനോജ് കെ ജയന് കൊടുത്തുള്ള ക്യാരക്ടർ, സുധീഷൊക്കെ എന്ത് നൈസായിട്ട് കോമഡി ചെയ്യുന്നത്. ഇതിൽ പൂർണ്ണിമ ഇന്ദ്രിയത്തൊക്കെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ശോഭന ആ സമയത്ത് കുറച്ച് ഏജ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് റിച്ച്നെസ് ഓഫ് കാസ്റ്റിംഗ്. അതായത് എഴുതുമ്പം തന്നെ രഞ്ജിത്തിന് ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരും, ഇന്നാളെന്ന്. അവരൊക്കെ അവൈലബിളാണ്. അതാണ്. പിന്നെ രാജാമണി ഒരു പരിപാടി ഇട്ട പുള്ളി, ഒരു രക്ഷയില്ലാത്ത സ്കോർ. ഇന്നൊക്കെ ഇവിടെ പിള്ളേരൊക്കെ ഇട്ട് കാണിക്കുന്ന സാധനമില്ല, അതിൻ്റെയൊക്കെ അപ്പനായിട്ട് വരും രാജാമണി. പുള്ളി അന്ന് ചെയ്തു വെച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ തൊട്ട മുടിയാത് അതുപോലെ സാധനം. ഇതിൽ പിന്നെ ആക്ഷൻ സീക്വൻസിൻ്റെ സമയത്തൊക്കെ ചില സാധനങ്ങൾ ക്യാമറ കാട്ടിപ്പോയി, ചില സാധനങ്ങൾ പിന്നെ കയറ്റി കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബീറ്റൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കാര്യമായിട്ട് സ്കോറിലൊന്നും കൈവച്ചില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അത് ലെജൻസ് ചെയ്ത സാധനമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും. പിന്നെ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീക്കായിട്ടുള്ള വൺ ഓഫ് ദ ഏരിയാസ് എന്ന് പറയുന്നത് ഫൈറ്റിംഗ് ആണ്. അത് പിന്നെ പുള്ളിക്ക് നടക്കാത്ത ഏർപ്പാടാണ്. പിന്നെ പണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ബോഡി ഫിസിക്കലി ഫ്ലെക്സിബിൾ അല്ല. അദ്ദേഹത്തിന് കൈ പൊങ്ങൂല, കാല് പൊങ്ങൂല, കുട്ടിക്കരണം പറയാൻ പറ്റൂല, ചാടി ചവിട്ടാൻ പറ്റൂല, തലകുത്താൻ പറ്റില്ല. ലാലേട്ടൻ ചെയ്യുന്ന പരിപാടിയോ അല്ലെങ്കിൽ വേറെ ഏത് മെയിൻ സ്ട്രീം സൂപ്പർ സ്റ്റാർസ് ചെയ്യുന്ന പരിപാടിയോ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും അദ്ദേഹം മെഗാസ്റ്റാറായി എന്നുള്ളത് പണ്ട് ഫാസിൽ പറഞ്ഞ കാര്യം പറയാനുള്ളൂ. 1-2 നമ്പർ വെച്ചിട്ട് ഇത്രയും നമ്പേഴ്സുള്ള ലാലേട്ടൻ്റെ അടുത്തൊക്കെ പിടിച്ചു നിന്നുള്ളതാണ്. പക്ഷേ പുള്ളിയുടെ സ്ട്രോങ് ഏരിയയിൽ, അതായത് പുള്ളിയുടെ ആ ഒരു പൗരുഷം, പുള്ളിയുടെ ഡ്രസ്സ് ചെയ്ത്, അതായത് പുള്ളി മുണ്ടും ജുമ്പ് കോട്ടയം കുഞ്ഞേശൻ മുതലേ പണ്ടേ പുള്ളി ഇടുന്ന, കുട്ടപ്പായി മുതലേ ഒക്കെ പുള്ളി ഇടുന്നതാണ്. ധ്രുവത്തിലുണ്ട്. പക്ഷേ ഇതിലാണ് ശരിക്കും മുണ്ടിങ്ങനെ ചെസ്റ്റ് വരെ ഇങ്ങനെ മാടിക്കെട്ടിയിട്ട്. അതായത് മമ്മൂക്ക പണ്ട് മുണ്ടെടുക്കാൻ നോക്കിയാൽ മതി, പുള്ളി എപ്പോഴും ലോ വേസ്റ്റ് ആയിട്ടാണ് മുണ്ടെടുക്കുക. നിങ്ങൾ ഏത് മറവത്തെടുക്കാനോ, നിങ്ങൾ ഏത് പടം എടുത്ത് നോക്കിയോ, പുള്ളി നോർമലി പുള്ളിക്ക് എന്തൊരു ഓടാന്തര വാർത്തകൾ ഏത് സിനിമ എടുത്തോ പുള്ളി ഓർഡർ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തമിഴ് ദളപതി ആയി കഴിഞ്ഞാലൊക്കെ തന്നെ. അപ്പോൾ പുള്ളിക്ക് ഈ സംഭവം മുണ്ടെപ്പോഴും പുള്ളി ഇങ്ങനെ ലോ വേസ്റ്റ് ആയിട്ടാണ്. പക്ഷേ ഇതിൽ പറഞ്ഞു കുത്തിപ്പിച്ചതാണ്. ഇങ്ങനെ കെട്ടിയിട്ടൊരു നെപ്പുണ്ട് പരിപാടി. എൻ്റെ മുണ്ടിങ്ങനെ പറഞ്ഞിങ്ങനെ സൈഡോട്ടാക്കിയിട്ട്. പക്ഷേ പുള്ളി എന്നാൽ ഇടയ്ക്ക് ചുണ്ടൻ വെള്ളം ഇടും. ഇത് മറ്റേ അറിയില്ല, ചുണ്ടൻ വെള്ളം ഇട്ട് പുള്ളി കാണിക്കുന്നു. പക്ഷേ അത് ആ ക്യാരക്ടറിന് സ്യൂട്ടബിളാണ്. പുള്ളി കുറേ ഉണ്ട്. പിന്നെ മീശയും ചുണ്ടൻ വെള്ളം മീശയാണല്ലോ. അങ്ങനെ ഇതിൽ ചില സീൻസ് എന്ന് വെച്ചാൽ പുള്ളി ഒരു സൈക്കിളെടുത്ത് ഇങ്ങനെ പൊക്കി നിൽക്കണ ഒരു സീനുണ്ട്. ആ സീനിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഭയങ്കര കൃത്രിമമായിട്ട് എനിക്ക് ഇപ്പോഴും കണ്ടപ്പോൾ ഫീൽ ചെയ്തതാണ്. പക്ഷെ അതൊന്നും ഒരു ഇതല്ല. പുള്ളി ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന ആ ക്യാരക്ടറിന് ഇമോഷൻസ് ഉണ്ടോ. ഏട്ടൻ, വലിയേട്ടൻ, അനിയന്മാരുടെ ഏട്ടൻ, ഇങ്ങനെ കരുതലും കാവലുമായിട്ട് നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾ, അത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പാസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഓറ, അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ ഈ സാവേജ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കറേജ് എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി അദ്ദേഹം ആവാഹിച്ചിട്ടാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അത് ഗംഭീരമായിട്ട് ഈ 4Kയിൽ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്ഭുതം പിടിച്ച് ഇങ്ങനെ കാണാം മമ്മൂക്കനെയൊക്കെ. അതായത് അദ്ദേഹത്തെ ഇപ്പോൾ കുറേ പ്രായമായിട്ടല്ല നമ്മൾ കാണുന്നത്. ആ സമയത്തൊക്കെ അന്നേരം അദ്ദേഹത്തിന് പ്രായമുണ്ട്, എന്നാൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര സുഖമാണ്. പിന്നെ ഈ സിനിമ 2 മണിക്കൂർ 50 മിനിറ്റുള്ള സിനിമയാണ്. ഇത് കട്ട് 2 മണിക്കൂർ 40 മിനിറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറേ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഈ സിനിമയുടെ ബിഗിനിങ്ങിലുള്ള ഹൈ പിന്നെ കുറഞ്ഞ് വന്ന് സെക്കൻഡ് ഹാഫ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ലൂസായിട്ടും പിന്നെ ഒരു ആവറേജ് ക്ലൈമാക്സ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഇപ്പോഴും കാണുന്ന സമയത്ത് ഒരു മടുപ്പില്ല. ഇപ്പോഴത്തെ ചവറ പോലെ ഇറങ്ങുന്ന മലയാള സിനിമകളുടെ കൂട്ടത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ 24 വർഷം മുമ്പ് ഇറങ്ങിയൊരു സിനിമ ഇപ്പോഴും കാണുന്ന സമയത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിലുണ്ടായിട്ടുള്ള ആ ഒരു ഷിഫ്റ്റ്, ട്രാൻസിഷൻ ഓഫ് പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ്.
അത് കൃത്യമായിട്ട് മനസ്സിലാവും. എസ്പെഷ്യലി അറിയാലോ, ഇതിൽ സുധീഷ് പിന്നെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ സമയത്ത് അത്തരം ആളുകളെ സമൂഹത്തിലും സിനിമയിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നും അതിലുണ്ടായിട്ടുള്ള എവല്യൂഷൻ ഇപ്പോഴെങ്ങനെയാണെന്നും സിനിമകളും പൊതുസമൂഹവും സോഷ്യൽ മീഡിയക്കകത്തും ഒക്കെ ട്രീറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു നേർചിത്രം നമുക്ക് ഈ സിനിമയിൽ ആ ക്യാരക്ടറിലൂടെ കാണാൻ പറ്റും. അദ്ദേഹം ഞൊണ്ടി എന്ന് വിളിക്കുന്നത്, സമുദ്രനിരപ്പിൽ നിന്ന് മൂന്നടി പൊക്കം മാത്രമുള്ള ഒരു ജീവിയാണ് നീ എന്നൊക്കെ പറയുന്നത്, അങ്ങനെ സാധനങ്ങളുണ്ട്. എൻ്റെ രക്തപരമ്പരകളിൽ ഒരു ദബുബ്സൊക്കെ പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രതികരിക്കും എന്നൊക്കെ നമുക്ക് പറയുന്ന സീനൊക്കെ ഉണ്ട്. അതായത് ഒരു അത്തരത്തിലുള്ള ഒരാൾ ഒരു ബ്ലഡ് ലൈൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്, അത് ആ പരമ്പര നശിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അന്നത്തെ പരിപാടികളാണ്. പിന്നെ ശിഖണ്ഡി എന്ന് വിളിക്കുക, അങ്ങനെ നിരന്തരം. അപ്പോൾ അത് ഇപ്പോഴും പ്രതികരിക്കുന്ന അർത്ഥമില്ല. അത് കാലഘട്ടം മാറിയതനുസരിച്ച് ആളുകളുടെ പെർസ്പെക്റ്റീവ് മാറിയതനുസരിച്ച് മാറിയ കാര്യങ്ങളാണ്. അന്ന് എഴുതിയ രഞ്ജിത്തിനും അത് ബോധ്യപ്പെട്ട് കാണില്ല, അത് കാണുന്ന ആളുകൾക്കും നമുക്കന്ന് ബോധ്യപ്പെട്ട് കാണില്ല. പറഞ്ഞു വന്നത് ഇതാണ്, വല്യേട്ടൻ എന്ന് പറയുന്നത് സ്റ്റിൽ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. കാരണം ഒട്ടും ബോറടിച്ചില്ല. പിന്നെ മമ്മൂക്കയുടെ ഡയലോഗ് ഡെലിവറി, അത് ഞാൻ പറഞ്ഞിട്ട് ആരും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതോ അക്സെപ്റ്റ് ചെയ്യേണ്ടതോ അക്നോളജ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. പക്ഷേ ഇതിൽ കുറേ സീൻസ് ഉണ്ട്. ബിഗിനിങ്ങിലുള്ള മറ്റേ മുലവന്ന കോഴിക്ക് ഒരു കിണ്ണം പാല മുതൽ മമ്പറം ബാവിലെടുത്ത് അടിക്കുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഒറ്റ ഷോട്ടിൽ അടിക്കുന്ന ഡയലോഗ്, അത് ഒരു മോൻ്റെ മോനം എന്ന് പറയുന്ന സാധനമില്ലേ, വരാൻ പറഞ്ഞോ അതിൻ്റെ മക്കളോട്, ആ സാധനം മുതൽ ഇങ്ങോട്ടുള്ള അത്, പിന്നെ ക്ലൈമാക്സിലോട്ടുള്ളത് കുറേ ഉണ്ട്. ശോഭനയെ കാണാൻ വരുന്ന സമയത്ത്, ശോഭനയുടെ താലി പരിശോധന സമയത്ത് വരുന്നത്, അങ്ങനെ കുറേ സമയമുണ്ട്. കുറേ നല്ല സീൻസ് ഉണ്ട്. പക്ഷേ എസ് എ ഹോൾ വരുന്ന സമയത്ത് ഈ സിനിമ ഒരു ത്രൂ ഔട്ട് ഹൈ തന്നില്ല എന്നുള്ളതാണ് നരസിംഹ പോലെ. അതും കൂടെ ഇറക്കി വിട്, ഇപ്പം മണ്ണേ ദിനേശ്, അതും കൂടെ ഇറക്കി വിട്. അത് കാണുക പറഞ്ഞാൽ എത്ര വട്ടം വേണേൽ കാണാൻ വേണ്ടി തയ്യാറാണ്. ഇത് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക, അങ്ങനെ പറയുന്നതല്ല. നരസിംഹ ഈസ് സംതിങ് എൽസ് ഫോർ മീ. അതുകൊണ്ട് എപ്പോഴും ഓൾവേസ് സ്പെഷ്യലാണ്. അത് വീണ്ടും തിയേറ്ററിൽ ഇതുപോലെ കാണാൻ ആഗ്രഹമുണ്ട്. അത് മുൻപ് റിലീസ് ചെയ്തിട്ടുണ്ട് നരസിംഹം, ബട്ട് സ്റ്റിൽ 4K അറ്റ്മോസിൽ വലിയ ഒരു ക്രൗഡിൻ്റെ കൂടെ വലിയൊരു കിങ് സൈസ് തിയേറ്ററിൽ കാണാൻ ആഗ്രഹമുണ്ട്. വിജയകുമാറിനെ കുറിച്ച്, ചീറ്റിംഗ് സ്റ്റാർ, അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പറ്റുമല്ലോ. ഈ വല്യേട്ടനെ കുറിച്ച് ഇതുപോലൊരു വള്ളി കേസ്, ഈ സിനിമയിലെ സകല വള്ളിയും പിടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഇയാളാണ്. മാത്രമല്ല, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ പലവട്ടം ഈ സിനിമ കണ്ടതാണെങ്കിൽ കൂടി ഇപ്പോഴും അദ്ദേഹം ചതിക്കുമോ എന്നുള്ളൊരു സംശയം പേഴ്സണലി ഇങ്ങനെ തോന്നും അദ്ദേഹത്തെ കാണുന്ന സമയത്ത്. പിന്നെ അനിയൻകുട്ടന്മാർ ഇന്നും കെ വേട്ടയാടുന്നൊരു സംഭവമാണ്. അതൊരു ഫാക്റ്റുമാണ്. കാരണം മമ്മൂക്കയുടെ ലിമിറ്റേഷൻസ് ഡാൻസ് ആയി കഴിഞ്ഞാൽ, ഫൈറ്റ് ആയി കഴിഞ്ഞാലും അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷ സിനിമകളിൽ ഇത്തരം സിനിമകൾ ഉണ്ടാവാറുണ്ട്, വല്യേട്ടനിലും ഉണ്ട്. പിന്നെ ഇതിൽ കാണിക്കുന്ന പരിപാടി ഉണ്ട് ഇങ്ങനെ, മാനത്തെ തന ഇക്കയുടെ 2 കൈ മുട്ടില്ല, 2 കൈ മുട്ടിയാലാണ് ശബ്ദം ഉണ്ടാവും എന്നൊക്കെ പഴഞ്ചൊല്ലിക്കണം. പക്ഷേ ഇങ്ങനെ മുട്ടാതെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാവും. മാനത്തെ തനത്തന്ന ഇങ്ങനെ പണ്ട് ചെകുത്താൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക ഇടിക്കുമ്പോഴും ഇക്കയുടെ മേലെ കയ്യെത്തണ്ട, ഇക്ക അങ്ങോട്ട് കയറിയിട്ട് ഇക്ക പിടിക്കുന്നുള്ളത്, അങ്ങനെ പരിപാടിയാണിത്. അപ്പോഴിതൊക്കെയാണ് മൈ എക്സ്പീരിയൻസ് ഓഫ് വാച്ചിങ് വല്യേട്ടൻ then and now.